അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിൽ ആണ് സൂര്യൻ വരുന്നത്. അത് ഉച്ച സ്ഥിതിയുമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കർമ്മരംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലും മറ്റും പ്രവർത്തിക്കുന്നവർ, അതുപോലെ നേതൃപദവിയിലേക്ക് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഉദ്യോഗത്തിലും മറ്റും സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മേലുദ്യോഗസ്ഥന്മാരുടെ മറ്റുമൊക്കെ ശ്രദ്ധ നിങ്ങളിലേക്ക് ഉണ്ടാകും. അത് അനുകൂലമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഫലം അതിൽ നിന്നുണ്ടാകാൻ സാധിക്കും. അതുപോലെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം, നേതൃത്വ പദവി, ഇതൊക്കെയും നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധിക്കും. ഏപ്രിൽ 19-നാണ് ശുക്രൻ മാറ്റം. അത് 11ാം ഭാവത്തിലേക്കാണ്, ലാഭസ്ഥാനത്തേക്കാണ്. അതും ഒരു അനുകൂലമായിട്ടുള്ള ഘടകമാണ്. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുക, അഥവാ നേരത്തെ തന്നെ കിട്ടേണ്ട ധന മുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാനുള്ള ഒരു കാലമാണ്. അതുപോലെ മറ്റ് സഹകരണങ്ങളൊക്കെ കിട്ടേണ്ട സ്ഥലത്തു നിന്നും, പ്രതീക്ഷിക്കുന്ന സ്ഥലത്തു നിന്നും അത് കിട്ടും. സുഹൃത്തുക്കളിൽ നിന്നും ഉള്ള സഹായം, ഇതൊക്കെ കിട്ടാനുള്ള സാഹചര്യം കാണുന്നുണ്ട്.